ഈ പാടം ഒരു 10 വർഷത്തിന് മുമ്പ് ഒരുപാട് നെൽകൃഷികൾ ചെയ്ത ഒരു ഏരിയയാണ്. ഇന്ന് ഇവിടെ യാതൊരു വിധമായ കൃഷികളും നടത്താൻ പറ്റുന്നില്ല. ഇവിടെ നെൽകൃഷിക്ക് പുറമെ മരച്ചീനി, വാഴ, ചേമ്പ് എന്നിങ്ങനെ എല്ലാ കൃഷികളും ഇവിടെ നടത്തി വന്നതാണ്. ഇന്നിവിടെ യാതൊരു വിധമായ കൃഷി ചെയ്യാനോ, ഏകദേശം 10 വർഷമായിട്ട് ഇത് തരിശു ഭൂമിയായി, തരിശു പാടമായി കിടക്കുകയാണ്. ഇന്ന് ഈ ഏരിയ ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം പന്നിശല്യം. ഇതിൻ്റെ ചുറ്റുവട്ടം എല്ലാ വശത്തും പന്നികൾ വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. സന്ധ്യയായാൽ ഇതുവഴി ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് ഈ ഏരിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസമെങ്കിലും ഇതുവഴി സന്ധ്യയ്ക്ക് പോയാൽ അന്ന് ആൾക്കാരെ പന്നി കുത്തും. ഈ ഏരിയ കണ്ടോ, ഒരു 50 ഏക്കർ സ്ഥലമാണ് ഇങ്ങനെ കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്നത്. ഇത് പുരയിടം അല്ല, ഇത് കണ്ടമാണ്. കൃഷിഭൂമി, കൃഷിസ്ഥലം, അതായത് കണ്ടം. ഇതിൽ ഇപ്പോൾ നോക്കിയാൽ പുരയിടം മാതിരി കിടക്കുകയാണ്. എല്ലാ വട്ട അങ്ങനെയുള്ള എല്ലാം കിളിച്ച് കിടക്കുകയാണ്. വട്ട അങ്ങനെയുള്ള എല്ലാ ഇതും കിളിച്ച് കിടക്കുക. ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പുരയിടം മാതിരിയാണ് ഇന്നത്തെ ഈ കണ്ടം കിടക്കുന്നത്. പന്നിയുടെ വാസസ്ഥലമായി. അതുകൊണ്ട് കൃഷി ചെയ്യാൻ യാതൊരു വിധമായ നിർവാഹവും ഇന്നിവിടെ കാണുന്നില്ല. ഏറിയ നോക്കൂ, ഒരുപാട് ഏറിയാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനകത്തെല്ലാം പന്നികളുണ്ട്. ഇതിലോട്ട് കയറാനേ പറ്റത്തില്ലല്ലോ, പന്നി ആയതുകൊണ്ട്. ഈ അവസ്ഥയിലാണ് ഇന്നത്തെ നമ്മുടെ ഏരിയയുടെ കാര്യം. കണ്ടം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ കാടാണ്. ചില ഏരിയയിൽ പാമോയിൽ കൃഷി, പാമോയിൽ മരം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. നല്ല കൃഷിസ്ഥലമായിരുന്നു. ചെറിയ അരുവികളും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് ഇതെല്ലാം വെറുതെ കിടക്കുന്നു. നോക്കൂ, ഈ അവസ്ഥയാണ് ഇന്ന് ഈ അരുവികളുടെ എല്ലാം. ഒരു 10 വർഷത്തിന് മുമ്പ് ധാരാളം നെൽകൃഷികൾ ചെയ്തിരുന്ന സ്ഥലമാണിത്. എണ്ണപ്പാടം, പാമോയിൽ കൃഷി, പാമോയിലിൻ്റെ മരം അതുകൊണ്ട് എണ്ണപ്പന, ഇതിന് പറയുന്ന എണ്ണപ്പനയാണ്. ഇതിവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ടിപ്പോൾ ഇതാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പക്ഷേ കാര്യമില്ല, പന്നി കയറി എല്ലാം നശിപ്പിച്ചു. ഈ ഒരവസ്ഥയായി നമ്മുടെ കൃഷിഭൂമിയുടെ.
ചെറിയ കൈത്തോടുകളുണ്ട്. എല്ലാം എല്ലാം ഉണ്ട്, പക്ഷേ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ അവസ്ഥയായി നമ്മുടെ നെൽകൃഷിപ്പാടങ്ങൾ. ഇതെല്ലാം നെൽകൃഷിപ്പാടമാണ്.